ബാംഗ്ലൂരുവിൽ അന്തരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ സംസ്കാരം ഇന്ന് നടക്കും. സഹോദരന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കോറമംഗലിലായിരിക്കും സംസ്കാരം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബംഗളൂരു ബോറിംഗ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കോറമംഗലിലേക്ക് എത്തിക്കും. സഹോദരൻ CJ ബാബുവിന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് 1 മണിവരെ പൊതുദർശനമുണ്ടാകും. അത് കഴിഞ്ഞാകും സംസ്കാരം നടക്കുന്നത്. CJ റോയിയുടെ അപ്രതീക്ഷിത മരണം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബംഗളൂരുവിലെ വസതിയിൽ സ്വയം വെടിയുതിർത്ത് മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടത്. എന്നാൽ മരണത്തിന് പിന്നിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം ആണെന്ന ആരോപണം ശക്തമായതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CJ റോയിയുടെ മരണത്തിലേക്ക് നയിച്ചത് ആദായനികുതി വകുപ്പിന്റെ നടപടികൾ ആണെന്ന പരാതിയുമായി കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ TJ ജോസഫും രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി റോയിയുടെ വീടുകളിലും ഓഫീസുകളിലും IT സംഘം തുടർച്ചയായ പരിശോധന നടത്തിവരികയായിരുന്നു. ഈ പരിശോധനകൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയെന്നും ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് ഈ മരണത്തിന് കാരണമെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ബാംഗ്ലൂരു സെൻട്രൽ DCPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് എത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. പരിശോധനയ്ക്കിടയിൽ അദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രയാസങ്ങൾ ഉദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ ജീവനക്കാരുമായോ പങ്കുവച്ചിരുന്നോ എന്ന് പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് ഫോറൻസിക് പരിശോധനയും നടക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി CJ റോയിയുടെ 2 മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഫോൺ വിളികളും സന്ദേശങ്ങളും പരിശോധിക്കുന്നതിലൂടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വ്യക്തമാകും എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. കൂടാതെ അദ്ദേഹം ഉപയോഗിച്ച ആ ലൈസൻസ് ഉള്ള തോക്ക് ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. മരണസമയത്ത് ഓഫീസിലും വീട്ടിലും ഉണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള IT ഉദ്യോഗസ്ഥരാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയത്. 3 ദിവസമായി റെയ്ഡ് നടക്കുന്നുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് പറയുന്നു. ഈ സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നും വന്ന IT ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തും. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെ മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. ജീവൻ ഒടുക്കും മുന്നേ റോയ് എന്തെങ്കിലും കുറിപ്പ് എഴുതിയിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട്. കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകളും പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. CJ റോയ് അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ വിവരങ്ങൾ പലപ്പോഴും തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാത്തിനും ടാക്സും അടച്ചു കാണണം. അതേപോലെ ഇൻകം ടാക്സ് റെയ്ഡ് എന്നാൽ ഉള്ള സ്വത്ത് മുഴുവൻ പിടിച്ചുകൊണ്ടു പോകുന്ന റെയ്ഡൊന്നുമല്ല. ടാക്സ് അടച്ച രേഖകളും മറ്റ് അനുബന്ധ രേഖകളും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. റെയ്ഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രേഖകൾ, പണം, സ്വർണം എല്ലാം കൃത്യമായി ഉടമയെ കാണിച്ച് ബോധ്യപ്പെടുത്തിയ മഹസർ തയ്യാറാക്കിയാണ് കൊണ്ടുപോകുന്നത്. കണക്കിൽ ഉള്ളതാണ് അതെങ്കിൽ എല്ലാം തിരിച്ചു നൽകുകയും ചെയ്യും. ഇനി ടാക്സ് വെട്ടിച്ചെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അത് പിഴയോടെ അടക്കാം. അല്ലെങ്കിൽ ഇൻകം ടാക്സ് നടപടികൾക്ക് സാവകാശം നേടാൻ അപേക്ഷ നൽകുകയോ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയോ ചെയ്യാം. ഇതിലെ മാക്സിമം നടപടി എന്നത് കണക്കിൽപ്പെടാത്ത സ്വത്ത് കണ്ടുകിട്ടും എന്നതാണ്. പിഴ ഒടുക്കിയില്ല എങ്കിൽ അതിന് തുല്യമായ പ്രോപ്പർട്ടി അവർ അറ്റാച്ച് ചെയ്യും. ഇതൊന്നും അറിയാത്ത ആളല്ല റോയ്. എന്നിട്ടും ജീവൻ ഒടുക്കാനുള്ള തീരുമാനമെടുത്തെങ്കിൽ തീർച്ചയായും നമുക്കൊന്നും അറിയാത്ത എന്തോ ഒന്ന് അതിന് പിന്നിലുണ്ട്. ദുരൂഹതകൾ എല്ലാം മറനീക്കി പുറത്തു വരുമെന്ന് തന്നെ കരുതാം. എന്നാൽ അതിനു മുന്നേ മരിച്ചുപോയ ആ മനുഷ്യനെ കള്ളനും രാജ്യദ്രോഹിയും ഒക്കെയായി പലരും ചിത്രീകരിക്കുന്നുണ്ട്. തീർത്തും മനുഷ്യത്വരഹിതമായ കാര്യമാണത്. അത് ചെയ്യുന്നത് ആരാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല. അതിന് നേതൃത്വം കൊടുക്കുന്നത് സംഘവക്കീൽ കൃഷ്ണരാജാണ്. അദ്ദേഹത്തിന്റെ ആരാധകരാണ് ഈ അവഹേളനമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്.